ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈസി ആയിട്ട് ഈ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് കട്ടയായിട്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് മെൽറ്റാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു ടേസ്റ്റിനും മണത്തിനും വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാനായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് കൂടിപ്പോണ്ട, ഒരു നുള്ളു മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പിൻ്റെ പകുതിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല വലിയ പഞ്ചസാര ആണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് വേണം, ഒരു 1/2 കപ്പ് ഇട്ട് കൊടുക്കാം. പൊടിച്ച് കഴിഞ്ഞിട്ട് ഒരു 1/2 കപ്പ് അളന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഒരു നുള്ള് ഫുഡ് കളർ കൂടി ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കൂടുതലായിട്ടൊന്നും ചേർത്തില്ല, ഒരു ഡ്രോപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അളവ് കപ്പില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു ബൗളിലോ അളന്നെടുത്താൽ മതി. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് വെള്ളം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ മൈദ കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുത്തിട്ട് ഒന്ന് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ തരി കൂടുതലുള്ള പഞ്ചസാരയാണെങ്കിൽ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരം നമ്മളിങ്ങനെ അയച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് പൊടിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കാം. ഇതിൽ നെയ്യൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് കയ്യിലൊന്നും അങ്ങനെ ഒട്ടിപ്പിടിക്കാതെ തന്നെ വേഗത്തിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഒരു 15 മിനിറ്റ് ഇത് അടച്ചിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ മാവ് കുഴച്ച് വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് മൈദ ഇട്ടിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്നുണ്ട്. കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് ഒറ്റ പ്രാവശ്യമായിട്ട് വേണമെങ്കിലും പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് 2 ബോളാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഓരോന്നും പരത്തിയെടുക്കാം. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് മൈദപ്പൊടി എന്നിട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കാം. ഇത് ഒരുപാട് അങ്ങ് കനം കുറച്ചിട്ടൊന്നും പരത്തണ്ട, വേഗത്തിൽ തന്നെ പരത്തിയെടുക്കാനും പറ്റും. അത്യാവശ്യം കുറച്ച് കനത്തിൽ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. ഈ ഒരു കനത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് വലുപ്പം കൂടിയിട്ട് വേണ്ട, ചെറിയ ചെറിയ സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഈ സൈഡിലൊക്കെ ഷേപ്പില്ലാതുള്ളത് ഒന്ന് മാറ്റിയിട്ട് അത് പിന്നീട് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ട് പരത്തിയാൽ മതി. ബാക്കിയുള്ള ആ മാവും ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് മൈദപ്പൊടി ആയിപ്പോണ്ട, ഇത് പരത്തിയെടുക്കാൻ പാകത്തിന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ആക്കി എടുക്കാം. കുറച്ച് ഓയിലൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഓയിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഇനി ഓരോ പീസായിട്ട് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. തീ കൂട്ടി വയ്ക്കരുത്, അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ട് ടേസ്റ്റും പോവും, പിന്നെ അതിൻ്റെ ഉള്ളൊന്നും കുക്കാകാതെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ മീഡിയത്തിനെക്കാട്ടിയും കുറച്ചും കൂടെ കുറച്ച് വയ്ക്കുക. നിങ്ങളുടെ അടുപ്പിൻ്റെ ആ ഫ്ലെയിം അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഒരുപാട് ഫ്ലെയിം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എണ്ണ കുടിക്കും. ഇതല്ലാതെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മുട്ടയൊന്നും ചേർക്കാതെ നല്ല അടിപൊളി ഒരു കേക്കാണിത്. വൈകിട്ടൊക്കെ വേഗത്തിൽ ഉണ്ടാക്കി ചായക്കടിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം.
അപ്പോൾ ഇത് ഒരുവിധമൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ കളറൊക്കെ മാറി നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് നല്ല പുറമേ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കി ഇരിക്കുന്നതും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ സൈഡും നന്നായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കണം. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട്. അപ്പോൾ ഇതും നല്ലപോലെ ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അടിപൊളി ടേസ്റ്റാണ്. ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കുക. മുട്ടയൊന്നും ചേർക്കാതെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കേക്കാണ്. ഈ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. താങ്ക്